പേഷ്യന്റ് ക്രൗൺ ഇടണം എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ടാവും. അതായത് റൂട്ട് കനാൽ ചെയ്തിട്ട് ക്രൗൺ ഇടേണ്ട കേസ് വരാം, നല്ല പൊട്ടിപ്പോയ പോലെ റൂട്ട് കനാൽ ഇല്ലാതെ ക്രൗൺ ഇടേണ്ട വരാം. അപ്പോൾ ആദ്യം പേഷ്യന്റ് ചോദിക്കുന്നത് ഏത് ക്രൗണാണ് നല്ലത്. അപ്പോൾ ഓരോരോ സാഹചര്യത്തിനനുസരിച്ചാണ് ക്രൗണിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യന്റ് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ക്രൗൺ, ആ കോൺസെപ്റ്റ് തെറ്റാണ്. ഒരു ഇടുന്ന ക്രൗൺ സ്ട്രോങ് ആകാം, പക്ഷെ എക്സ്ട്രാ സ്ട്രോങ് ആവേണ്ട കാര്യമില്ല. അത് പല്ലിനെ പോലെ പ്രവർത്തിക്കണം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ കിട്ടണം, പക്ഷെ ഓവർ പ്രൊട്ടക്ഷൻ ആകരുത്. ഒരു പദാർത്ഥം ഹാർഡായിട്ടുള്ളത് പല്ലിന് താങ്ങാൻ പറ്റാത്ത ലെവലിന് മുകളിലുള്ള ഒരു പദാർത്ഥം കഴിച്ചാൽ ക്രൗൺ ആണ് പൊട്ടണമെങ്കിൽ നമ്മൾക്കത് കൺസ്യൂമബിളാണ്. കുറച്ച് അടുത്ത ഒരു പ്രൊസീജിയറോ കാശോ മാറ്റാൻ പറ്റും. പക്ഷെ പല്ലാണ് പൊട്ടണമെങ്കിൽ സാലറേജബിൾ അല്ലാതെ മാറും. അതായത് ബയോളജിക്കൽ ടിഷ്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ക്രൗൺ, അല്ലാതെ ഇത് ആർമറല്ല. അതൊരു പ്രൊട്ടക്ഷൻ മാത്രമുള്ളൂ. അതിന് പകരം ഒരിക്കലും പൊട്ടാത്ത ഒരു ക്രൗണാണ് ഇടേണ്ടത് എന്നുള്ളതാണ് പലരുടെയും സങ്കല്പം. അതല്ല, നമ്മുടെ വീട്ടിൽ യൂസ് കെട്ടുമ്പോൾ വയർ കൊണ്ട കെട്ടുക, അല്ലാതെ സ്റ്റീൽ വയർ കൊണ്ടല്ല കെട്ടുക. അപ്പൊ ഒരു ഫോഴ്സ് എക്സസീവ്ലി വന്നാൽ അത് പല്ലിനെ പ്രൊട്ടക്ട് ചെയ്യണം. അല്ലെങ്കിൽ ക്രൗൺ പൊട്ടിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പല്ല്, ഇല്ലെങ്കിൽ ജോ, ഇല്ലെങ്കിൽ ജോയിന്റ്, ഇതെല്ലാം ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ക്രൗൺ എന്ന് പറയുന്നത് എന്താണോ അതിന് ഉദ്ദേശിക്കപ്പെട്ട ലോഡോ, എന്താണോ അതിന്റെ ഉദ്ദേശിക്കപ്പെട്ട പർപ്പസോ, അത് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ക്രൗണാണ്. അല്ലാതെ നെവർ ബ്രേക്കബിൾ ക്രൗൺ എന്ന് പറഞ്ഞ സാധനമല്ല ക്രൗൺ എന്ന് പറയുന്ന സാധനം. ഇറ്റ് ഹാസ് ടു മിമിക് വാട്ട് ഈസ് ദേർ ബൈ വാട്ട് ഗിവൻ ഓർ വാട്ട് ഈസ് ദേർ ആൾറെഡി എക്സിസ്റ്റിംഗ്. അതിനേലും കൂടുതൽ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടല്ല ഒരു ക്രൗൺ ചെയ്യുന്നത്.